ശ്രേയസ് കാസർഗോഡ് മേഖലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം വിപുലമായി തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയ പാരിഷ് ഹാളിൽ നടന്നു. പ്രസ്തുത ചടങ്ങിൽ വെച്ച് വനിതാ സംരംഭകരെ ആദരിച്ചു. കുടുംബ ശാക്തീകരണത്തെപ്പറ്റി ബോബി ജോൺ ക്ലാസ് എടുത്തു. മാർച്ച് 8 തെരഞ്ഞെടുത്തത്. മാർച്ച് 8 ആ ദിവസം തെരഞ്ഞെടുത്തു. മാർച്ച് 8 എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അത് ചരിത്രത്തിൽ കുറേയധികം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒറ്റ കാര്യം അതിൽ സൂചിപ്പിക്കാം. മാർച്ച് 8 തെരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ ഇതാണ്. ഒരു മാർച്ച് 8-നാണ് റഷ്യ, ആ രാജ്യത്തെ കേട്ടിട്ടുണ്ടല്ലോ, റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ നേരിട്ട, നഷ്ടങ്ങൾ നേരിട്ട രാജ്യം റഷ്യയായിരുന്നു. ചരിത്രത്തിൽ പഠിക്കുന്നതാണ്. ഇവിടെ സ്ത്രീകളുടെ ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകൾ ഇതിനെതിരെ ഒരു മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് നടന്നത് മാർച്ച് 8-നാണ്. ലോകത്ത് കണ്ടിട്ടുള്ള സ്ത്രീകളുടെ ഈ സമരപാതകളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഇത്രയും അധികം ക്രൗഡ്, സ്ത്രീകൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രതിഷേധ ജാഥ ലോകത്ത് നടന്നത് അത് റഷ്യയിലാണ്. അത് നടന്നത് മാർച്ച് 8-നാണ്. അതുകൊണ്ട് UN പറഞ്ഞു, ഈ മാർച്ച് 8 ആഗോളതലത്തിൽ ഇന്റർനാഷണലി സ്ത്രീകളെ കുറിച്ച് ഓർക്കാൻ, സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ദിനം. അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ മഞ്ജു വിനോദ് ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 8 വനിതാ ദിനം നമ്മൾ കുറേ കാലങ്ങളായി ആചരിച്ചു വരുന്ന നമ്മുടെ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ ഒരു ദിനമായിട്ട് കുറേ ആൾക്കാരെല്ലാം ചോദിക്കാറുണ്ട്, ഈ സ്ത്രീകൾക്ക് മാത്രം എന്താണ് ഒരു ദിനം, ബാക്കി പുരുഷന്മാർ ചോദിക്കാറുണ്ട്, ഇവിടെ പുരുഷന്മാർ കുറവാണ്, പുരുഷന്മാർക്കായിട്ടൊരു ദിനമൊന്നും വേണ്ടേന്ന് ചോദിക്കും, സ്ത്രീകളെക്കാട്ടിലും ഇത് പുരുഷന്മാരല്ലേ എന്നൊക്കെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാലും അതിലൊക്കെ എന്തായാലും സ്ത്രീകൾക്ക് തന്നെയാണ് ഒരു പ്രത്യേക ദിനം വേണ്ടത്. അപ്പോൾ ഇവിടെ ഇന്ന് മാർച്ച് 8 വനിതാ ദിനത്തോടനുബന്ധിച്ച് 9 സംരംഭകരെ അനുമോദിക്കുന്ന ചടങ്ങും കൂടിയാണ്. വളരെ നല്ല കാര്യം. എന്നുവെച്ചാൽ ഇന്ന് സ്ത്രീകൾ ഒരു കാര്യത്തിനും, പ്രത്യേകിച്ച് എന്നെ തന്നെയാണെങ്കിലും ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങി നടക്കാനും ഒക്കെ തുടങ്ങിയത് ഒരു കുടുംബശ്രീ ഇങ്ങനെ പോയി തുടങ്ങിയതിന് ശേഷമാണ്. അല്ലെങ്കിൽ വീട്ടിലിരിക്കും, കഞ്ഞി വെക്കും, കറി വെക്കും, അങ്ങനെ മക്കളെ സ്കൂളിൽ വിടും, അത് കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കും, അത്രയേ ഉള്ളൂ. ഇങ്ങനെ കുടുംബശ്രീകളിൽ പോയി ADSൻ്റെ ഭാരവാഹിയായി, ഇന്നിപ്പോൾ ഒരു വാർഡിൻ്റെ മെമ്പറും കൂടിയായി. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, വീട്ടിലെ ചുമതലകൾ വേറെ, ഇപ്പോൾ നാട്ടിലെ എൻ്റെ നാട്ടുകാരുടെ ചുമതലകൾ കൂടി ഞാൻ എന്നെ കഴിയുന്നത് പോലെ ഈ 2 മാസത്തിനുള്ളിൽ നടത്തിക്കൊണ്ട് പോകുന്നു. ഇനി 5 വർഷക്കാലം അത് മുമ്പോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ്. ദൈവം ഒന്നും വരുത്തിയില്ല എങ്കിൽ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് ഞാൻ കൊണ്ടുപോകും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഉണ്ടാവണം. ആദരിക്കലും ഉപഹാര സമർപ്പണവും ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി നിർവഹിച്ചു. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വേണ്ടി ലോകത്തിൽ ഒരു ദിനം പ്രത്യേകമായി ആചരിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ നാം കാണുകയാണ്. ഇവിടെ സ്ത്രീജനങ്ങളെ ആദരിക്കേണ്ടത് ഞങ്ങളുടെയെല്ലാം പ്രധാനമായ കടമയാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് പുരുഷന്മാരാണ് ഇതിന് നേതൃത്വം നൽകുക. സ്ത്രീകളെ ആദരിക്കേണ്ടത് സ്ത്രീകളല്ലല്ലോ, പുരുഷന്മാരല്ലോ. ഇവിടെ എണ്ണത്തിൽ കുറവാണെങ്കിലും ഇവിടെ ആയിരിക്കുന്ന പുരുഷന്മാരെല്ലാവരുടെയും പ്രതിനിധി എന്ന നിലയിൽ ഞാൻ വനിതാ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വനിതകൾക്കും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. മഞ്ജു ജേസൺ, ദീപ ബിജോ, ജോബി ജോൺ, VV നളിനാക്ഷൻ, ലീന അഭിലാഷ് എന്നിവർ ആശംസകൾ നേർന്നു.
തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.